മന്ത്രി വീണ ജോർജിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ചില മാപ്ര കുബുദ്ധികൾ മനഃപൂർവ്വം വിവാദത്തിൽപ്പെടുത്തുന്നത് എങ്ങനെ നോക്കി. അതായത് ഇന്നിപ്പോ രണ്ട് മൂന്ന് കാർഡുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങൾ, ആ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് നടത്തിയിട്ടുള്ള തുറന്നു പറച്ചിലിന്റെ അടിസ്ഥാനത്തിൽ അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ എല്ലാം തുടരുന്നതിനിടയിൽ മന്ത്രി വീണ ജോർജിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഒക്കെ ജനങ്ങളുടെ മുന്നിൽ അവഹേളിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച്, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകമുണ്ട്. ദേ ഈ കാർഡിൽ നോക്കി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം, കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം അവിടെ ഉണ്ടെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം. എന്തിനാണ് അങ്ങനെ ഒരു വാചകം കൂടെ കൂടെ എടുത്തു പറയുന്നത്? മന്ത്രി കാണാതായി എന്ന് പറയുന്ന കാര്യം മന്ത്രി നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയിട്ട് പറഞ്ഞ കാര്യമാണോ? അല്ലല്ലോ. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർക്ക് കിട്ടുന്ന വിവരം എവിടെ നിന്നാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരം മന്ത്രിയോട് പറയുന്നു. മന്ത്രി ആ കാര്യം രാവിലെ മുതൽ ഒരു കോലുമായിട്ട് ഇറങ്ങും. അപ്പോൾ മുന്നിൽ വരുമ്പോൾ മുൻ മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് അവർ ഒരു മറുപടി പറയും. മറുപടി പറയുമ്പോൾ അതിലെ ഒരു വാക്കടർത്തിയെടുത്ത് അത് വെച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്ന ഒരു രീതി നോക്കി.